ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനമാണിത്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുമെന്നാണ് വൈറ്റ് ഹൗസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ഏർപ്പെടുത്തുക. ശനിയാഴ്ച മുതലായിരിക്കും ഇത് നിലവിൽ വരിക. ഇതോടെ ഈ രാജ്യങ്ങളിൽ നിന്ന് US വരുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുവാൻ ഈ പുതിയ തീരുമാനം കാരണമാകും. US പ്രസിഡന്റായി അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ഈ താരിഫുകൾ പുറപ്പെടുവിക്കുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ US ഈ അനധികൃത ഫെന്റനൈൽ ഇറക്കുമതി ചെയ്തതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 3 രാജ്യങ്ങളുമായി US അതുപോലെ വ്യാപാര കമ്മിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുവ ഒഴിവാക്കുവാൻ കഴിയില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെ കളിപ്പാട്ടങ്ങൾ, ഷൂസ്, ഇങ്ങനെ തടി, കാറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ഉപഭോക്താക്കളും ബിസിനസ്സുകാർക്കും നൽകുന്ന പുതിയ ഈ ചുങ്കം ഏർപ്പെടുത്തിയതോടുകൂടി ഈ താരിഫുകളൊക്കെ വർദ്ധിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. എണ്ണ, പ്രകൃതി വാതക ഇറക്കുമതിക്ക് പുറമെ കമ്പ്യൂട്ടർ ചിപ്പുകൾ, സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്കും വരും ആഴ്ചകളിൽ തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്.